കഴിഞ്ഞ കാലത്തെ ട്രെൻഡ് അനുസരിച്ചാണ് ദിലീപ് അതിനെ പറയുന്നത്. ഒരു പരാജയ ഭീതി കൊണ്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അത്യന്തം മോശം എന്ന അഭിപ്രായമാണ് ദിലീപിനുള്ളത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ LDFന് അനുകൂലമായ രീതിയിലെല്ലാം അവിടെ കാറ്റ് വീശിയത്. അതുകൊണ്ട് തന്നെ ഒരു പരാജയ ഭീതി ഉണ്ട് LDFന്. അതുകൊണ്ട് ഇങ്ങനെ പോയെങ്കിൽ അത് മോശം എന്ന അഭിപ്രായമാണ്. അല്ല, ഒന്ന് ഞാനൊരു ചെറിയ തിരുത്ത് ദിലീപിന്. ഞാൻ പേരാമ്പ്ര ഒരു സുരക്ഷിത മണ്ഡലമാണ് ഇടതു മുന്നണിക്കെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ ഫാത്തിമ തെഹലിയെ നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പരാതി, ഒരു ആക്ഷേപമൊക്കെ ജയിക്കാത്തൊരു മണ്ഡലത്തിൽ നിർത്തി എന്നൊക്കെയായിരുന്നു. പക്ഷെ അവിടെ വലിയൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് ഫാത്തിമ തെഹലിയുടെ പ്രചാരണം മാറിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഞാൻ അത്, എനിക്കൊന്ന് ഒരുപക്ഷെ ദിലീപ് തെറ്റിദ്ധരിച്ചായിരിക്കും, എന്ന അർത്ഥത്തിലാണ് ഞാൻ ആ ഭാഗം വിശദീകരിച്ചത്. പിന്നെ നേരത്തെ പ്രജിൻ ഹാഷ്മിയോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഇത് കേവലം ഒരു ആരോപണമല്ലേ എന്നാണ്. ഇത് കേവലം ഒരു ആരോപണം എന്ന നിലയിലല്ല ആ അനൗൺസ്മെന്റ് വാഹനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണം, അങ്ങനെ നടത്തുന്ന പ്രചാരണം എന്നാണ്. അതായത് ആരോപണമായിട്ടല്ല, അങ്ങനെ നടക്കുന്നു എന്ന നിലയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. ഇനി അത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഒന്നെങ്കിൽ മുസ്ലിം ഇതര വോട്ടുകളുടെ ഏകീകരണം, അല്ലെങ്കിൽ മതേതര വോട്ടുകളുടെ ഏകീകരണം മറുഭാഗത്തേക്ക് ആക്കുക എന്ന ലക്ഷ്യമാണ് അതിന് പിന്നിൽ ഉള്ളത് ലളിതമായിട്ട്. അതായത് വർഗീയ സ്വഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് എതിരാളിയായി നിൽക്കുന്നത് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇത്തരം അനൗൺസ്മെന്റുകളിലൂടെ നടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, അതായത് വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണ തന്ത്രത്തിന്റെ ഭാഗമായി പ്രയോഗിക്കുന്ന കാര്യത്തിൽ അത് ലീഗ് ആകട്ടെ, BJP ആകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, പാർട്ടിയോ കൊടിയുടെ നിറമോ നോക്കാതെ അതിനെ എതിർക്കുക, അതിനെതിരായി നിലകൊള്ളുക എന്നത് ധാർമ്മികവും മാതൃകാപരവുമായ ഒരു നിലപാടായി നമ്മൾ പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ലീഗൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നതൊന്നും ഈ പറയുന്ന പരാതിയെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനുള്ള ന്യായവാദമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.